ഹലോ, നമസ്കാരം. ഞാൻ രാജൻ വടക്കേക്കുടി. ഓക്ലൻഡിൽ നിന്നും 25 കിലോമീറ്റർ അകലെയുള്ള റിവർ ഹെഡ് എന്ന സ്ഥലത്ത് ഗുഡ് പ്ലാനറ്റ് ഫാം എന്ന ഒരു വലിയ കൃഷിത്തോട്ടത്തിലേക്ക് പ്രഭാതത്തിൽ യാത്രയാരംഭിച്ചു. പ്രഭാതത്തിലെ കാഴ്ചകൾ അതിഗംഭീരമല്ലേ? മഴക്കാറ് നിറഞ്ഞ അന്തരീക്ഷം, സുന്ദരമായ റോഡ്, തിരക്ക് തീരെ കുറവാണ്. പുറത്ത് സാമാന്യം നല്ല തണുപ്പുണ്ട്. അവിടെ എത്തിച്ചേരുന്നതിന് മുൻപായി ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടം കാണാനാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നീല നിറത്തിലുള്ള ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഫാങ്കറെ വെള്ളച്ചാട്ടം അതിമനോഹരമാണ്. ഒരു പുതിയ അനുഭവമാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നത്. ദാ വെള്ളച്ചാട്ടം കാണാനായിട്ട് ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കും കാണാം. നമ്മൾ യാത്ര തുടർന്നു. ഫാമിലെത്തി. ഫാം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഫാമാണ്. ഈ ഫാമിൽ, ഈ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു വലിയ ഫാം. ആ ഫാമിൽ നിറയെ സ്ട്രോബെറി ഇങ്ങനെ പഴുത്ത് കിടക്കുക. ബ്ലാക്ക്ബെറിയൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ട്രോബെറി തോട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പാകമായ സ്ട്രോബെറി ഇഷ്ടംപോലെ പറിച്ച് കഴിക്കാവുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. നമ്മൾ അതങ്ങ് കഴിക്കുകയാണ്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ മുഴുത്തത് നോക്കി പറിക്കുകയാണ്. അങ്ങനെ പറിച്ച് ഇവിടെ ആവശ്യത്തിന് കഴിക്കാവുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇത് നമുക്ക് ഒന്ന് കടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റും നല്ല മധുരവുമാണ്. ഇത് കണ്ടോ, നമ്മളിതിൻ്റെ ഒരു കുറച്ച് ഭാഗം അടർത്തി കഴിച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്ക് കാണാമല്ലോ. ഇതാ സ്ട്രോബെറി തോട്ടത്തിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 250 രൂപ കൊടുത്താലേ പ്രവേശനം ഇതിനകത്തേക്കുള്ളൂ. മാത്രമല്ല 1500 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 3 കിലോ ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു ബക്കറ്റിനകത്ത് സ്ട്രോബെറി പറിച്ച് നല്ലത് നോക്കി പറിക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേക രസം എന്ന് പറയുന്നത്. നല്ലത് നോക്കി പറിക്കാം. മുഴുത്ത് നോക്കി നല്ല മധുരമുള്ള പഴം നോക്കി പറിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതുകൊണ്ടോ എന്തുമാത്രം ജനങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് നോക്കി, എന്തുമാത്രം ആളുകൾ, എന്ത് ഭയങ്കരമായ ഒരു തോട്ടമാണെന്ന് നോക്കി, എന്ത് ഭയങ്കരമായ ഒരു കാഴ്ചയാണെന്ന് നോക്കി. ഇത് കണ്ടോ, ഉള്ളിൽ ഈ പുറമേ നമ്മൾ നോക്കുമ്പോൾ എല്ലാം പച്ചപ്പാണ്, പക്ഷേ ഉള്ളിൽ മുഴുവൻ സ്ട്രോബെറിയാണ്. അതാണ് നമ്മൾ കുറച്ച് പറിച്ചു. ഇതാണ് നമ്മൾ പറിക്കുന്നത്, മറ്റുള്ളവർ പറിക്കുന്നത് കണ്ട് ഇങ്ങനെ സ്ട്രോബെറി തോട്ടത്തിനകത്തുകൂടി ഇതുണ്ട് കഴിക്കുന്നുണ്ടോ, അകത്തുകൂടി ഇങ്ങനെ സഞ്ചരിച്ച് നമ്മളിങ്ങനെ ആസ്വദിച്ച് പലരും പടമെടുക്കുന്നു. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഒരു ബക്കറ്റിനകത്ത് നിറയെ സ്ട്രോബെറി നമുക്ക് കിട്ടും. 1500 രൂപ അങ്ങ് കൊടുക്കണമെന്നേ ഉള്ളൂ. എന്നാലും നമുക്ക് നഷ്ടമൊന്നുമില്ല. ഇതിനകത്ത് നല്ല സൗകര്യമായിട്ട് കാണാനും, ഇതിനകത്ത് നിന്ന് നല്ല സൗകര്യമായിട്ട് പറിക്കാനും, അതുപോലെ തന്നെ നല്ല സൗകര്യമായിട്ട് കഴിക്കാനും ഒക്കെയുള്ള സാഹചര്യമുള്ള ഒരു വലിയ ഫാമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലൂബെറിയൊക്കെ ഉണ്ട് അപ്പുറത്ത്. നമ്മളിപ്പോൾ മടങ്ങിപ്പോന്നു കഴിയുമ്പോൾ ഒരു വലിയ കുന്ന് കണ്ടു. ആ കുന്നിൻ്റെ നെറുകയിൽ കയറി നിന്നാൽ നമുക്ക് ഒരു വലിയ ആസ്വാദന രീതി കിട്ടും. ഇതൊരു അഗ്നിപർവ്വതമായിരുന്നു. മൗണ്ട് വെല്ലിംഗ്ടൺ അഗ്നിപർവ്വതം എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ ഈ അഗ്നിപർവ്വതം ആക്റ്റീവല്ല. അതുകൊണ്ട് ഭയപ്പെടാതെ നമുക്കിതിൻ്റെ മുകളിൽ കയറി കാഴ്ചകൾ കാണാം. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഓക്ലൻഡിൻ്റെ നല്ലൊരു കാഴ്ച, അതുപോലെ തന്നെ സൺസെറ്റ്